നമ്മൾ മാർക്കറ്റിനെയും ഇൻസ്ട്രുമെന്റിനെയും പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ 3 ടൈപ്പ് ആൾക്കാരാണ് ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് വർക്കേഴ്സ് ആണ്, മൂന്നാമത്തത് എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയിഡ് ആണ്. അപ്പോൾ ഇവരുടെ മൂന്നാൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവർ മൂന്നാൾ തമ്മിലും ഫോളോ അപ്പ് ചെയ്യേണ്ട വേറെ വേറെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ട്രേഡിംഗ് മെത്തേഡുകളാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റുഡൻസ്. ഇവരുടെ കയ്യിൽ എപ്പോഴും ക്യാപിറ്റൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. പിന്നെ ഇവരിപ്പോൾ ഇൻട്രാഡേയോ സ്വിംഗ് ട്രേഡിങ്ങോ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം 4 വർഷം കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വർക്കേഴ്സ് ആണ്. ഈ വർക്കേഴ്സിന്റെ കയ്യിൽ ഇൻകം വരും, പക്ഷെ ചിലപ്പോൾ നല്ല രീതിയിലൊരു സേവിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ പെട്ടെന്ന് വലിയൊരു ഫണ്ടോ മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം വർക്ക് ഒഴിവാക്കിയിട്ട് ഇൻട്രാഡേയിലോട്ട് പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ഓൾറെഡി അത്യാവശ്യം ക്യാപിറ്റൽ ഉള്ള ആൾക്കാർ. ഇവരെ സംബന്ധിച്ച് ഇൻട്രാഡേ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇവരെ മൂന്നാൾ തമ്മിൽ കുറച്ച് ഡിഫറൻസും കൂടിയുണ്ട്. ഇപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 30,000 അല്ല 50,000 അല്ല 1,00,000 കൊടുത്തിട്ട് ട്രേഡിംഗ് കോഴ്സ് പഠിക്കുന്നത് വെറുതെ വേസ്റ്റ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു 50,000 ഉള്ളതെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ മാക്സിമം പഠിക്കുക. പിന്നെ ഒരുപാട് NSE തന്നെ ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പഠിച്ചിട്ട് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യം എന്താ പറയുക ഒരു 50,000 ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ നേരെ ചെയ്ത് വെച്ചാൽ സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് പോയത്. ആ സിസ്റ്റം ബിൽഡ് ചെയ്തതിന് ശേഷം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് വെച്ചാൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ ഫണ്ടില്ലാണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പ്രോപ്പർ ക്യാപിറ്റൽ ഇല്ലാണ്ട് ട്രേഡിങ്ങിലോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആ ലൂപ്പിനുള്ളിൽ നിന്ന് വട്ടം കറങ്ങി കൊണ്ടേയിരിക്കുകയുള്ളൂ.